Greetings in the wonderful name of our Lord and Savior Jesus Christ. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ സ്നേഹവന്ദനം. Once again, welcome to Jesus family. ജീസസ് ഫാമിലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. This is a family and we are brothers and sisters. ഇത് ഒരു കുടുംബമാണ്, നാം എല്ലാവരും സഹോദരി സഹോദരന്മാരാണ്. Because we are purchased by the blood of Jesus Christ. എന്തുകൊണ്ടെന്നാൽ നാം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കുന്നു. And today is the day that the Lord has made. ഇന്ന് യഹോവ ഉണ്ടാക്കിയ ദിവസം. And we will rejoice. നാം അതിൽ സന്തോഷിച്ചാനന്ദിക്കും. You know, no matter what you are going through today. നാം കടന്നു പോകുന്ന സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ. But if we will trust in the name of Jesus Christ. ഇന്ന് നാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ He is more than enough to do a miracle or a breakthrough in your life. അവൻ നമ്മുടെ ജീവിതത്തിൽ പുതിയ തുടക്കങ്ങളെ ചെയ്യുവാനും അത്ഭുതങ്ങളെ ചെയ്യുവാനും മതിയായ There ദൈവമാണ്. is nothing impossible with Jesus. യേശുക്രിസ്തുവിന് അസാധ്യമായ ഒരു കാര്യവുമില്ല. I see miracles and wonders and healing every day. ഞാൻ എല്ലാ ദിവസവും അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും കാണുന്നു. And I believe in a God who is a God who makes impossible possible. എനിക്കറിയാം അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവത്തെ. So no matter what you're going through today, അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഏത് പ്രതിസന്ധിയിൽ കടന്നു പോകുന്നു എന്നുള്ളതല്ല, just believe that this day God has made for you to rejoice, because He is going to turn all your mourning into dancing. ഇന്ന് അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുക, ഇന്ന് ദൈവം നിങ്ങളുടെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്ന, നിങ്ങളെ സന്തോഷമുടിപ്പിക്കുന്ന ദിവസമാണ്. He is going to hold you and He is going to walk with you. നിങ്ങളെ അവൻ മുറുകെ പിടിച്ച് നിങ്ങളോട് കൂടെ നടക്കുന്ന ദിവസമാണ്. Every morning when I wake up, എല്ലാ ദിവസവും ഞാൻ പ്രഭാതത്തിൽ this എഴുന്നേൽക്കുമ്പോൾ is what I say, this is the day that the Lord has made and I will rejoice. ഇതാണ് ഞാൻ എല്ലായ്പ്പോഴും പ്രഖ്യാപിക്കുന്നത്, ഇന്ന് യഹോവ ഉണ്ടാക്കിയ ദിവസം, അതിൽ നാം സന്തോഷിച്ചാനന്ദിക്കും. I might be having a bad day. ഒരു പക്ഷേ മോശമായ ഒരു ദിവസമായിരിക്കാം. Maybe I'm having a headache. ഒരു പക്ഷേ എനിക്ക് തലവേദന ഉണ്ടാകും. But I'll still declare the goodness of God. എന്നാൽ അപ്പോഴും ഞാൻ ദൈവത്തിന്റെ നന്മയെ പ്രകീർത്തിക്കും. Because I know when I will declare the goodness of God, there is something that happens supernatural in the spiritual realm. ഞാൻ ദൈവത്തിന്റെ അത്ഭുത കാര്യത്തെക്കുറിച്ച് ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ എൻ്റെ ആത്മീക തലങ്ങളിൽ അത്ഭുതങ്ങളെ നടക്കുന്ന ഞാൻ കാണുന്നു. My Bible says like this. എൻ്റെ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയും, There is power on our tongues. നമ്മുടെ നാവിൽ ദൈവം അധികാരം കൽപ്പിച്ചു. What we speak can give us life or can give us death. നാം കൽപ്പിക്കുന്നത് നമുക്ക് മരണവും ജീവനുമാകാം. So we need to proclaim things of life in our life. അതുകൊണ്ട് നാം നമ്മുടെ നാവ് കൊണ്ട് ജീവന്റെ കാര്യങ്ങളെ So പ്രഖ്യാപിക്കണം. even if I'm having a bad day, I will declare about the goodness of God. ഒരു പക്ഷേ എനിക്ക് ഒരു മോശമായ ദിവസമാണെങ്കിലും ഞാൻ ഉറക്കെ ദൈവത്തിന്റെ ദയയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ പ്രഖ്യാപിക്കും. And by the evening, I see the goodness of God. അന്ന് സന്ധ്യയാകുമ്പോൾ, പ്രദോഷമാകുമ്പോൾ ഞാൻ ദൈവത്തിന്റെ നന്മയെ കാണുന്നു. So would you shout aloud right now and say, this is my day that the Lord has made and I will rejoice. അതുകൊണ്ട് എന്നോട് ചേർന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ നിങ്ങൾ കഴിയുമോ? ഇന്ന് ദൈവം എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ദിവസമാണ്, ഞാൻ സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും വേണ്ടി. Today, as a leader of Indian Evangelical Team, I want to thank you for your prayers, your supports and your generosity. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിന്റെ ലീഡർ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന എല്ലാ സഹായ സഹകരണങ്ങൾക്കും പ്രതിബദ്ധതയ്ക്കും സ്നേഹത്തിനും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. We value your partnership. ഞങ്ങൾ നിങ്ങളുടെ പങ്കാളിത്തത്തെ വിലമതിക്കുന്നു. You are precious for us. നിങ്ങൾ ഞങ്ങൾക്ക് വിലയേറിയവരാണ്. And as an organization, we love you. ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. And we pray for you each day. ഞങ്ങൾ നിങ്ങളെ ഓർത്ത് പ്രതിദിനം പ്രാർത്ഥിക്കുന്നു. Our office prays for you each day. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഓഫീസിൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു. Our leaders remember you in their prayers. ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാവരും നിങ്ങളെ ഓർത്ത് പ്രതിദിനം So പ്രാർത്ഥിക്കുന്നു. never think that you are left alone. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്, കരുതരുത് നിങ്ങൾ ആരുമില്ലാത്തവരാണ് എന്ന്. You are part of the big family. നിങ്ങൾ ഈ വലിയ കുടുംബത്തിന്റെ അംഗങ്ങളാണ്. And I want to tell you something. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു കാര്യമുണ്ട്. If you have a prayer request, അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ if വിഷയങ്ങളുണ്ടെങ്കിൽ, you are going through any challenge in your life, ഏതെങ്കിലും പ്രയാസങ്ങൾ കടന്നു പോകുന്നുവെങ്കിൽ, you are going through some tough time, നിങ്ങളുടെ ജീവിതത്തിന്റെ കഠിനമേറിയ അനുഭവങ്ങൾക്ക് പോകുന്നുവെങ്കിൽ, call us on these numbers that you see on the screen. ഈ താഴെ കാണുന്ന ഈ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക, Or just send us a message. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു സന്ദേശം അയക്കുക. We promise that we will pray for you for next 30 days. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകാം, അടുത്ത 30 ദിവസം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. Our prayer group sisters find it as a joy to pray for you. ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടങ്ങളിലെ സഹോദരിമാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് സന്തോഷമായി And കണക്കാക്കുന്നു. when we pray together, breakthroughs happen. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നു, വിടുതലുകൾ നടക്കുന്നു. Today I want to continue where I left. ഇന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ എവിടെ നിർത്തിയോ അത് പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. Joshua chapter 21 verse 45. യോശുവയുടെ പുസ്തകം 21-ാം അധ്യായം 45-ാമത് വാക്യം. Not a word failed of any good thing which
the Lord had spoken to the house of Israel. യഹോവ ഇസ്രായേൽ മക്കളുടെ ഗൃഹത്തോട് പറഞ്ഞതൊന്നും വൃഥാവായില്ല, സകലതും നിവൃത്തിയായി. All came to pass. എല്ലാം നിവൃത്തിയായി. God is talking about the journey of children of Israel since they started from the land of Egypt. ഇവിടെ ദൈവം തന്റെ ജനമാകുന്ന ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടത് മുതലുള്ളതായ കാര്യങ്ങളെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. Now they are in the promised land. അവരിപ്പോൾ വാഗ്ദത്തദേശത്ത് വന്നെത്തിയിരിക്കുന്നു. They have received their inheritance. അവരവരുടെ വാഗ്ദത്തങ്ങളെ പിടിച്ചടക്കിയിരിക്കുന്നു, അവകാശങ്ങൾ ലഭിച്ചിരിക്കുന്നു. If you will come to chapter 14 of Joshua, you will see in detail about the inheritance that God has given to each tribe. 14-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വരുന്ന പക്ഷം നമുക്കവിടെ കാണുവാൻ കഴിയും ഓരോ ഗോത്രത്തിനും യോശുവ വിഭജിച്ചു കൊടുത്തതായ അവകാശങ്ങളെ കുറിച്ച്. 2.5 tribes stayed on the other side of Jordan. 9.5 tribes came to the other side of the Jordan. 2.5 ഗോത്രങ്ങൾ യോർദാന്റെ അങ്ങേക്കരയിലും ബാക്കിയുള്ള 9.5 ഗോത്രങ്ങൾ യോർദാന്റെ ഇങ്ങേക്കരയിലുമായി പാർത്തു. So everybody settled now. ഇപ്പോൾ എല്ലാവരും അവരുടെ അവകാശങ്ങളെ കൈയടക്കി പാർക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. There's one beautiful thing that the scripture says here. ഇവിടെ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്ന മനോഹരമായ ഒരു കാര്യമുണ്ട്. Verse 44. 44-ാമത് വാക്യം. The Lord gave them rest all around. ദൈവം അവർക്ക് ചുറ്റും വിശ്രാമം നൽകി. God gave them rest all around. ദൈവം അവർക്ക് എല്ലായിടത്തും വിശ്രാമത്തെ നൽകി. According to all that he had sown to their fathers. അവരുടെ പിതാക്കന്മാരോട് അവൻ വാഗ്ദത്തം ചെയ്ത പോലെ. And not a man of all their enemies stood against them. അവരുടെ ശത്രുക്കളിൽ ആരും അവർക്ക് വിരോധമായി നിന്നില്ല. We see three very important things here. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെ നാം ഇവിടെ കാണുന്നുണ്ട്. Number one, God gave them rest. ദൈവം അവർക്ക് വിശ്രാമത്തെ നൽകിയതാണ് ഒന്നാമത്തെ കാര്യം. God is a sovereign God. നമ്മുടെ ദൈവം സർവാധികാരിയായ ദൈവമാണ്. Now these people are finding joy, peace and rest in the promised land. വാഗ്ദത്ത ദേശത്ത് ഇപ്പോൾ അവിടെ സന്തോഷവും ആനന്ദവും അനുഭവിക്കുന്നതായി നാം കാണുന്നു. If they look back the 40 years, 40 വർഷങ്ങളിലേക്ക് പുറകോട്ടും തിരിഞ്ഞു നോക്കിയാൽ probably this younger generation may not be able to stretch their memory all the 40 years back, but they might have some memories. ഒരു പക്ഷേ 40 വർഷത്തെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ അവർക്ക് കഴിയുമ്പോൾ എല്ലാം അറിയണമെന്നില്ല, പക്ഷേ ചിലതൊക്കെ അവിടെ ഓർമ്മയിലുണ്ട്. Because except to almost everyone, not almost everyone, except to everyone was born after they started the journey from Egypt. 2 പേർ ഒഴികെ ബാക്കി എല്ലാവരും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം ജനിക്കപ്പെട്ടവരാണ്. So they may not remember, they may not know about the pain and the suffering they had as slaves in Egypt. അതുകൊണ്ട് അവരിൽ മിക്ക പേർക്കും മിസ്രൈമിൽ അവരുടെ പിതാക്കന്മാർ അനുഭവിച്ചത് കഷ്ടതയും യാതനയും കണ്ണുനീരിനെ കുറിച്ചും അറിയണമെന്നില്ല. They have not experienced it, but they would have heard about it for sure. അവർ പക്ഷെ അനുഭവിച്ചിട്ടുണ്ടാകണമെന്നില്ല, ഒരു പക്ഷെ കേട്ടിട്ടുണ്ടാകാം. They have heard it for sure. അവർ കേട്ടിട്ടുണ്ട്, നിശ്ചയമായും കേട്ടിട്ടുണ്ട്. But they have been part of the journey in the wilderness. എന്നാൽ അവരവരുടെ മരുഭൂ പ്രയാണത്തിൽ അവർ ഭാഗവാക്കുകളാണ്. They have seen different challenges and all kinds of pain that they have gone through and their fathers have gone through in that journey. ആ യാത്രയിൽ അവരുടെ പിതാക്കന്മാർ അവരും കടന്നുപോയതായ അനവധി പ്രതിസന്ധികളെയും ഭാരങ്ങളെയും അവർ അനുഭവിച്ചിട്ടുണ്ട്, അവർ കണ്ടിട്ടുണ്ട്. They have faced many enemies. അവർ വിവിധ ശത്രുക്കളെ അവർ നേരിട്ടിട്ടുണ്ട്. There were many kings who would not allow them to pass through their kingdom. അവരുടെ രാജ്യത്തു കൂടെ കടന്നു പോകുവാൻ അനുവദിക്കാത്ത അനവധി രാജാക്കന്മാരുണ്ടായിരുന്നു. They have heard about their forefathers being chased by the army of Egypt. അവരുടെ പിതാക്കന്മാരെ മിസ്രൈമിലെ സൈന്യം പിന്തുടർന്നതിനെ കുറിച്ച് അവർ കേട്ടിട്ടുണ്ട്. They must have heard about their people, the prophets being called to prophesy curses upon the children of Israel. അവർ കേട്ടിട്ടുണ്ട് പ്രവാചകൻ വിളിക്കപ്പെട്ടു വന്ന് അവരെ ശപിക്കേണ്ടതിന് വേണ്ടി. And so they have been lot of disturbance and chaos in this journey. അവരുടെ ജീവിതത്തിൽ അനവധി വെല്ലുവിളികളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നു. So this journey was not a journey which anybody wants to remember. അതുകൊണ്ട് തന്നെ ഈ യാത്ര എല്ലാവരും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു യാത്രയല്ല. It was a wearing out and frustrating journey. അത് വളരെ നിരാശ ജനിപ്പിക്കുന്നതും വേദന ജനിപ്പിക്കുന്നതുമായ യാത്രയാണ്. There has been lot of fights and battles and defeats. അനവധി പരാജയങ്ങളും വെല്ലുവിളികളും യുദ്ധങ്ങളും അവർ നേരിട്ടിട്ടുണ്ട്. But right now what are they enjoying? പക്ഷെ ഇപ്പോൾ അവർ എന്താണ് അനുഭവിക്കുന്നത്? They are enjoying the goodness of God. ഇപ്പോൾ അവർ ദൈവത്തിന്റെ സന്തോഷത്തെ അനുഭവിക്കുകയാണ്. Look at the beauty of God. നോക്കൂ ദൈവത്തിന്റെ മനോഹരാവസ്ഥയെ കുറിച്ച്. God gave them rest.
ദൈവം അവർക്ക് വിശ്രാമം നൽകി. Now they have no enemies. അവർക്ക് ഇപ്പോൾ ശത്രുക്കൾ ആരും ഇവിടെ മുൻപിലില്ല. Now they don't have to fear about anything. അവർക്ക് ഇപ്പോൾ മറ്റൊന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ടതില്ല. God is saying that I have given them rest. ദൈവം പറയുന്നു, ഞാൻ ഇപ്പോൾ അവർക്ക് വിശ്രാമം Who നൽകിയിരിക്കുന്നു. is your God, my friend? എന്റെ സഹോദര, നിങ്ങളുടെ ദൈവം ആരാണ്? He will give you rest. അവൻ നിങ്ങൾക്ക് വിശ്രാമം നൽകും. Today you might be running here and there. ഇന്ന് ഒരുപക്ഷെ നിങ്ങൾ അങ്ങും ഇങ്ങും ഓടി You നടക്കുകയാണ്. might be seeing enemies around you. ഒരുപക്ഷെ നിങ്ങളുടെ ചുറ്റുപാടുകളിലും ശത്രുക്കളെ You might കാണുന്നുണ്ടാകാം. be seeing wilderness around you. ഒരുപക്ഷെ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ മരുഭൂമിയുടെ അനുഭവങ്ങളായിരിക്കാം. You might be seeing things going against you. ഒരുപക്ഷെ എല്ലാം നിങ്ങൾക്ക് പ്രതികൂലമായി പോകുന്നു എന്ന് നിങ്ങൾക്ക് You തോന്നുന്നുണ്ടാകും. might be seeing everything dry and bitter around you. എല്ലാം കയ്പ് നിറഞ്ഞതും ഉണങ്ങി വരേണ്ടതുമായ അനുഭവങ്ങളായിരിക്കാം. But remember one thing. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, This God is a God who will give you rest. ഈ ദൈവം നിങ്ങൾക്ക് വിശ്രാമം നൽകുന്ന ദൈവമാണ്. He will give you peace. അവൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്ന So ദൈവമാണ്. trust in God. ദൈവത്തിൽ അതുകൊണ്ട് ആശ്രയിക്കുക. As you take this journey forward. അതുകൊണ്ട് ഈ യാത്ര നിങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകും. Today you might be having a season of wilderness. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾക്ക് മരുഭൂമിയുടെ അനുഭവങ്ങൾ ഉണ്ടാകാം. Today you might be having a season of battles and defeats. ഒരുപക്ഷെ യുദ്ധങ്ങളുടെയും പരാജയങ്ങളുടെയും അനുഭവം ഉണ്ടായേക്കാം. But God of Joshua chapter 21 verse 44 is our God too. എന്നാൽ യോശുവയുടെ പുസ്തകം 21 അധ്യായത്തിന് 44 വാക്യത്തിലെ ദൈവം നമ്മുടെ ദൈവമാണ്. He will give you rest. അവൻ നിങ്ങൾക്ക് വിശ്രാമത്തെ I നൽകും. said he will give you rest. അവൻ നിങ്ങൾക്ക് വിശ്രമത്തെ നൽകും. You will sit and enjoy the goodness of God one day. നിങ്ങൾ ഇരുന്ന് ദൈവത്തിന്റെ വൻകാര്യങ്ങളെ ഓർത്ത് സന്തോഷിക്കും. Because my Bible says in Psalms chapter 23 verse 6 like this. എന്റെ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, 23 സങ്കീർത്തനത്തിന്റെ 6 വാക്യം, Surely goodness and mercy shall follow me all the days of my life. നിശ്ചയമായും ദൈവത്തിന്റെ ദയയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. You know, battles and fights and defeats will not follow me all the days of my life. എന്നെ പിന്തുടരുന്നത് യുദ്ധങ്ങളും രാജാക്കന്മാരും ശത്രുക്കളും അല്ല. They might be there for a while. അവരൊക്കെ അല്പനേരത്തേക്ക് അവിടെ But കണ്ടേക്കാം. what will last forever? എന്നാൽ എന്നേക്ക് നിലനിൽക്കുന്നത് എന്താണ്? The goodness of God. ദൈവത്തിന്റെ നന്മ, The goodness of God. ദൈവത്തിന്റെ നന്മ, The mercy of God. ദൈവത്തിന്റെ കരുണ. And so number one, God gave them rest. ഒന്നാമത്തെ കാര്യം, ദൈവം അവർക്ക് വിശ്രാമത്തെ നൽകി. These people in the past years, they have never understood the meaning of being rested. കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ വിശ്രമം എന്താണെന്ന് അവർ അറിഞ്ഞിട്ടില്ല. Every day was a day of fear and challenge and anxiety. എല്ലാ ദിവസവും അവരുടെ ജീവിതത്തിൽ വെല്ലുവിളികളുടെയും പ്രതിസന്ധികളുടെയും സമയങ്ങളായിരുന്നു. But now if you ask them, എന്നാൽ ഇപ്പോൾ നിങ്ങൾ അവരോട് they will ചോദിക്കുന്നെങ്കിൽ say, we have inherited what God has kept for us. അവർ നമ്മളോട് പറയും, ദൈവം ഞങ്ങളോട് പറഞ്ഞതിനെ ഞങ്ങൾ And we കൈവശപ്പെടുത്തിയിരിക്കുന്നു. are resting now. ഇപ്പോൾ ഞങ്ങൾ We are വിശ്രമിക്കുകയാണ്. enjoying the goodness of ഞങ്ങൾ God. ദൈവത്തിന്റെ നന്മകളെ അനുഭവിക്കുകയാണ്. That is our God. അതാണ് നമ്മുടെ ദൈവം. Number two, രണ്ടാമത്തെ കാര്യം, God is saying that whatever I had promised to their fathers, I have given it. പിതാക്കന്മാരോട് ഞാൻ അരുളി ചെയ്തതൊക്കെയും അവർക്ക് നൽകി. I have given it to them. ഞാൻ അവർക്ക് കൊടുത്തു. What did God promise to their fathers? എന്താണ് പിതാക്കന്മാരുടെ ദൈവം വാഗ്ദത്തം When they ചെയ്തത്? were in slavery, അവർ അടിമത്തത്തിലായിരുന്നപ്പോൾ, when they were under the slavery of the Egyptians, മിസ്രൈമിന്റെ അടിമത്തത്തിന്റെ അടിമനുഖത്തിലായിരുന്നപ്പോൾ, when they cried out to the living God, അവർ കരഞ്ഞ് ജീവനുള്ള ദൈവത്തോട് നിലവിളിച്ചപ്പോൾ what happened? എന്താണ് സംഭവിച്ചത്? God promised them, ദൈവം അവർക്ക് വാഗ്ദത്തം നൽകി. I will deliver you. ഞാൻ നിങ്ങളെ ഞാൻ വിടുവിക്കും. I will take you to the land which has milk and honey flowing. പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. And today God is saying, ഇന്ന് ദൈവം പറയുന്നു, it has been 40 years, ഇപ്പോൾ 40 വർഷം കഴിഞ്ഞു, but I have kept my promise. ഞാൻ എന്റെ വാഗ്ദത്തങ്ങളെ I നിവൃത്തിയാക്കി. have fulfilled the promise that I gave to the forefathers. അവിടെ പൂർവ്വപിതാക്കന്മാരോട് നൽകിയ എന്റെ വാഗ്ദത്തങ്ങളെ ഞാൻ നിവൃത്തിയാക്കി. He is a promise keeper. അതേ, അവൻ വാഗ്ദത്തങ്ങളെ നിവൃത്തിയാക്കുന്ന He is a ദൈവമാണ്. God of generations. അവൻ തലമുറകളുടെ He ദൈവമാണ്. will never forget the promises that he made to you or to your generations. അവൻ നിങ്ങളോടോ നിങ്ങളുടെ തലമുറയോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെ മറക്കുകയില്ല. He is not a God who can lie. അവൻ ഒരിക്കലും ഭോഷ്ക് പറയുന്ന ദൈവമല്ല. And number 3 we see like this. മൂന്നാമത്തെ കാര്യം നാം ഇങ്ങനെ കാണുന്നു, Not a man of all their enemies stood against them. അവരുടെ ശത്രുക്കൾ ഒരുത്തനും അവിടെ നിരന്നില്ല. Nobody could stand against them.
അവർക്കാർക്കും അവിടെ നേരെ നിൽക്കുവാൻ കഴിഞ്ഞില്ല. Lord delivered them from the hands of the enemies. ദൈവം അവരെ അവരുടെ ശത്രുക്കളുടെ പക്ഷത്തു നിന്ന് വിടുവിച്ചു. Oh, if you ask this tribe, ഈ ഗോത്രങ്ങളോട് ചോദിച്ചാൽ, if you go to each tribe, ഓരോ ഗോത്രങ്ങളിലേക്കും ചെന്ന് they will all have one story to say. അവർക്ക് എല്ലാവർക്കും പറയാൻ ഒരേ കഥയേ ഉള്ളൂ. We have seen lot of enemies. ഞങ്ങൾ അനവധി ശത്രുക്കളെ കണ്ടിട്ടുണ്ട്. In the journey from the wilderness to the promised land, we have seen many enemies. മരുഭൂമിയിൽ നിന്ന് വാഗ്ദത്ത ദേശം വരെ ഞങ്ങൾ അനവധി ശത്രുക്കളെ കണ്ടിട്ടുണ്ട്. But our God had been faithful to us. എന്നാൽ ഞങ്ങളുടെ ദൈവം ഞങ്ങളോട് വിശ്വസ്തനായിരുന്നു. Today we are not only resting, but God has given us protection against every enemy. ഇന്ന് ഞങ്ങൾ വിശ്രമിക്കുക മാത്രമല്ല, ഞങ്ങളുടെ സകല ശത്രുക്കളിൽ നിന്നും ദൈവം ഞങ്ങൾക്ക് വിജയം നൽകി. We don't need to have watchtowers. ഞങ്ങൾക്ക് ഗോപുരങ്ങളുടെ ആവശ്യമില്ല. We don't have to have weapons. ഞങ്ങൾക്ക് ഇപ്പോൾ ആയുധങ്ങളുടെ ആവശ്യമില്ല. We don't have to worry about other things, but we can just enjoy the goodness of God. ഞങ്ങൾ മറ്റൊന്നിനെ കുറിച്ച് ഓർത്ത് ആകുലരാകേണ്ടതില്ല. ഞങ്ങൾക്ക് ദൈവത്തിന്റെ നന്മയെ കുറിച്ച് സന്തോഷിക്കാം. Because God has delivered us from our enemies and nobody can stand against us. ദൈവം ഞങ്ങളുടെ എല്ലാ ശത്രുക്കളും ഞങ്ങളെ വിടുവിച്ചു. ആരും ഞങ്ങൾക്കെതിരായി നിൽക്കുവാനില്ല. No enemy will stand against you. നിങ്ങൾക്കെതിരായി ഒരു ശത്രു നിൽക്കുകയില്ല. Yes, my brother, no enemy shall stand against you. എന്റെ പ്രിയ സഹോദരൻ, നിങ്ങൾക്ക് വിരോധമായ ഒരു ശത്രു എഴുന്നേൽക്കുകയില്ല. Sister, the Bible says in Romans chapter 8 verse 31, if God is with you, who can be against you? അതെ എന്റെ പ്രിയ സഹോദരി, റോമാ ലേഖനം 8:31 നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. He will deliver you from every attack of the enemy. ദൈവം നിങ്ങളെ ശത്രുവിന്റെ സകല തന്ത്രങ്ങളിൽ നിന്നും അക്രമങ്ങളിൽ നിന്ന് വിടുവിക്കും. He will not be able to attack your health or your wealth or your future. നിങ്ങളുടെ ഭാവിയോ നിങ്ങളുടെ ആരോഗ്യത്തെയോ നിങ്ങളുടെ സുഖത്തെയോ ആക്രമിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. He will not dare to touch your family. ശത്രു നിങ്ങളെ തൊടുവാൻ ഭയപ്പെടും. He will not dare to touch your business. നിങ്ങളുടെ ബിസിനസിനെ തൊടുവാൻ അവൻ ഭയപ്പെടും. Why? എന്തുകൊണ്ട്? Because God is delivering you from the hands of the enemy. എന്തുകൊണ്ടെന്നാൽ ദൈവം നിങ്ങളുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവനായിട്ടുണ്ട്. But you got to be someone who is faithful to God. എന്നാൽ ഇന്ന് നാം എന്ത് ചെയ്യണം? ദൈവത്തോട് വിശ്വസ്തരായി തീരണം. If you will be faithful, you will also say like Joshua 21:44. നാം ദൈവത്തോട് വിശ്വസ്തരാണെങ്കിൽ നമുക്കും യോശുവ 21:45 പറഞ്ഞതുപോലെ പറയുവാൻ കഴിയും. Very soon you will say, എത്രയും പെട്ടെന്ന് നിങ്ങളും അത് തന്നെ my പറയും. God gave me rest. എന്റെ ദൈവം എനിക്ക് വിശ്രാമം നൽകി. He accomplished everything he said. അവൻ പറഞ്ഞതെല്ലാം എന്നോട് പറഞ്ഞതൊക്കെ നിവൃത്തിയാക്കി. And he gave me victory over my enemies. അവൻ എന്റെ ശത്രുക്കളുടെ മേൽ എനിക്ക് വിജയത്തെ നൽകി. In verse 45, 45 വാക്യത്തിൽ it is saying not a word of God failed. ഒരു വാക്ക് പോലും വൃഥാവായി തീർന്നില്ല. All came to pass. എല്ലാം നിവൃത്തിയായി. Joshua is an old man. യോശുവ ഇപ്പോൾ വയസ്സനായി. We heard last week he's an old man right now. കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചു യോശുവ ഇപ്പോൾ നല്ല പ്രായത്തിലാണ്. He's in the dying age right now. യോശുവ ഇപ്പോൾ തന്റെ മരണത്തോട് അടുത്തിരിക്കുന്നു. Probably he might be weak in his body right now. ഒരുപക്ഷെ തന്റെ ജീവിതത്തിൽ ഇപ്പോൾ താൻ ബലഹീനനായിരിക്കും. But and he's saying like this. എന്നാൽ അവൻ ഇങ്ങനെ പറയുന്നു, My God is a faithful God. എന്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. But if you ask Joshua, നിങ്ങൾ യോശുവയോട് ചോദിക്കുമ്പോൾ he will have one thing to say. അവന് നമ്മോട് പറവാൻ ഒരു കാര്യമുണ്ട്. The journey from Joshua 1 to 21 was not easy. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം തൊട്ട് 21-ാം അധ്യായം വരെ യാത്ര അത്ര ആയാസകരമായിരുന്നില്ല. Many times I thought that I will fail. പലപ്പോഴും ഞാൻ കരുതിയിട്ടുണ്ട് ഞാൻ പരാജയപ്പെട്ടു പോകും. Many times I thought this mission will not be accomplished. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഈ ദൗത്യം പൂർത്തീകരിക്കപ്പെടുകയില്ലെന്ന്. Many times I thought we will never reach the promised land. പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് വാഗ്ദത്ത എത്തിച്ചേരുകയില്ല എന്ന്. But our God is a faithful God. എന്നാൽ നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. This journey from chapter 1 to 21 was not easy. 1-ാം അധ്യായം തൊട്ട് 21-ാം അധ്യായം വരെയുള്ള യാത്ര അത്ര ലളിതമായിരുന്നില്ല. But right now I can say my God led me through. എന്നാൽ ഇപ്പോൾ എനിക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും എന്റെ ദൈവം എന്നെ നടത്തി. Joshua will say, oh, it was a very tough and challenging journey. യോശുവ പറയും അത് വളരെ വെല്ലുവിളികൾ നിറഞ്ഞ പ്രയാസം നിറഞ്ഞ പ്രതിസന്ധികൾ നിറഞ്ഞ We യാത്രയായിരുന്നു. had the river Jordan overflowing. ഞങ്ങളുടെ കണ്ണിന് മുൻപിൽ കരകമിഞ്ഞ് ഒഴുകുന്ന മരണ യോർദാനെ കണ്ടു. We saw this mighty Jordan flowing. ഈ മരണ യോർദാൻ ഞങ്ങളുടെ മുൻപിൽ ഒഴുകുന്നത് ഞങ്ങൾ കണ്ടു. I never thought that we can cross this Jordan. ഞാൻ കരുതിയില്ല ഈ യോർദാനെ തരണം ചെയ്ത് അക്കരെ പോകാൻ We കഴിയുമെന്ന്. did not know how to swim. ഞങ്ങൾക്കറിയത്തില്ല എങ്ങനെ നീന്തണമെന്ന്. Our young boys and girls did not know how to swim. ഞങ്ങളുടെ യൗവനക്കാരായ യുവതി യുവാക്കൾക്ക് എങ്ങനെ നീന്തി കടക്കണമെന്നറിയില്ല. Because they have never experienced river or water in their life. അവർ ഒരിക്കലും നദിയുടെ അനുഭവങ്ങൾ കൂടെ അവരുടെ
മരുഭൂപ്രയാണത്തിൽ കടന്നു They പോയിട്ടില്ല. have all seen is sand and desert and wilderness. അവരെല്ലാം കണ്ടിട്ടുള്ളത് ചുറ്റുപാടുകൾ മണലാരണ്യം നിറഞ്ഞതായ മരുഭൂമിയുടെ So അനുഭവങ്ങളാണ്. when I saw this mighty river Jordan flowing, ഈ മരണ യോർദാൻ എന്റെ മുൻപിൽ കുലംകുത്തി ഒഴുകുന്നത് ഞാൻ കണ്ടപ്പോൾ I was discouraged. ഞാൻ വളരെ നിരുത്സാഹപ്പെട്ടു. I did not know what to do. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. Oh, I thought we will never see the promised land. ഞാൻ കരുതി വാഗ്ദത്തദേശം കാണുവാൻ കഴിയില്ല. But then I knew that my God is a promise keeper. അപ്പോൾ ഞാൻ ഓർത്തു എന്റെ ദൈവം വാഗ്ദത്തങ്ങളെ നിവൃത്തിയാക്കുന്ന We ദൈവമാണ്. stepped into this mighty Jordan in faith. ഞങ്ങൾ ഈ മരണ യോർദാനിലേക്ക് വിശ്വാസത്തോടെ കാലുകൾ വെച്ചു. We knew that our God will lead us through. ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഞങ്ങളുടെ ദൈവം ഞങ്ങളെ നടത്തുവാൻ Because ശക്തനാണ്. he said that nothing will stand against us. എന്തുകൊണ്ടെന്നാൽ അവൻ എന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ട്, നിന്റെ നേരെ ഒന്നും നിൽക്കയില്ല എന്ന്. Let me tell you one thing. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. In the book of Exodus chapter 11 verse 7 says like this. പുറപ്പാട് പുസ്തകം 11:7 നാം ഇങ്ങനെ വായിക്കുന്നു. God said to Moses, ദൈവം മോശയോട് ഇപ്രകാരം I പറഞ്ഞു, will bring a difference between the Egyptians and the children of Israel. ഞാൻ ഇസ്രായേൽ മക്കൾക്കും മിസ്രൈമ്യർക്കും ഇടയിൽ ഒരു വ്യത്യാസം കൊണ്ടുവരും. Joshua is saying, I knew that nothing can stand against the children of God. എനിക്കറിയാമായിരുന്നു ദൈവത്തിന്റെ ജനത്തിന് വിരോധമായി നിൽക്കുവാൻ ഒന്നിനെയും ദൈവം അനുവദിക്കില്ല Because എന്ന്. we have the covenant and the promise of God. എനിക്കറിയാമായിരുന്നു ദൈവത്തിന് ഞങ്ങൾ ഉടമ്പടിയും വാഗ്ദത്തവും. This water will not be able to overflow us. ഈ വെള്ളം ഞങ്ങളുടെ മീതെ കവിഞ്ഞൊഴുകുകയില്ല. Because even nature will listen to us, even the creation will listen to us, because the one who gave us the promise is the creator of the creation. ഈ പ്രകൃതിയും ഈ പ്രപഞ്ചവും ഞങ്ങൾക്ക് വിരോധമായി നിൽക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ പ്രപഞ്ചത്തിന്റെ നാഥനായ ദൈവം ഞങ്ങൾക്ക് വാഗ്ദത്തം നൽകി. So we just stepped into the waters. അതുകൊണ്ട് ഞങ്ങൾ വിശ്വാസത്തോടെ ഈ നദിയിലേക്ക് പാദങ്ങൾ വെച്ചു. And what happened? അതുകൊണ്ട് എന്ത് സംഭവിച്ചു? The mighty Jordan gave us the way. ഈ ശക്തമേറിയ യോർദാൻ ഞങ്ങൾക്ക് വേണ്ടി വഴി തുറന്നു It നൽകി. split into two parts. അത് രണ്ടായി പിളർന്നു മാറി. And we walked onto the other side. ഞങ്ങൾ അതിൽ കൂടെ അങ്ങേക്കരയിലേക്ക് We were നടന്നു. victorious. ഞങ്ങൾ വിജയശ്രീലാളിതരായി തീർന്നു. But that was not the end of the troubles. എന്നാൽ അത് ആയിരുന്നില്ല ഞങ്ങളുടെ പ്രയാസങ്ങളുടെ അവസാനം. But we were going to have more troubles and challenges. മുന്നോട്ട് പോകുന്തോറും അനവധി വെല്ലുവിളികൾ ഞങ്ങളുടെ മുൻപിൽ We had the wall of Jericho. എരിഹോ മതിൽ ഞങ്ങളുടെ മുൻപിൽ We ഉണ്ടായിരുന്നു. never thought that we could penetrate through this wall. ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല ഇതിനെ തകർത്തുകൊണ്ട് മുന്നേറുവാൻ It കഴിയുമെന്ന്. was way bigger than our expectation. ഞങ്ങളുടെ ചിന്തകൾക്കും ഒക്കെ അപ്പുറമായിരുന്നു അതിന്റെ വലിപ്പം. We did not have the weapons to demolish this wall. ഈ കോട്ടയെ തകർക്കാൻ കഴിയുന്ന ആയുധങ്ങളൊന്നും ഞങ്ങളുടെ കയ്യിൽ We did ഉണ്ടായിരുന്നില്ല. not know what to do. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു എന്ത് ചെയ്യണമെന്ന്. We felt feeble and weak there. ഞങ്ങൾ വളരെ ബലഹീനരും ശക്തിവിഹീനരുമായി ഞങ്ങൾക്ക് But തോന്നി. then we knew the promise of എന്നാൽ God. അപ്പോൾ ദൈവത്തിന് ഞങ്ങളോടുള്ള വാഗ്ദത്തങ്ങളെ ഞങ്ങൾ ഓർത്തു. So we just started praising God. ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ The തുടങ്ങി. wall of Jericho came down. എരിഹോ കോട്ട ഇടിഞ്ഞ് തകർന്നു വീണു. Then we had the king of Jericho. അതിനുശേഷം എരിഹോയുടെ രാജാവ് ഞങ്ങൾക്ക് Oh, എതിരായിട്ടുണ്ടായിരുന്നു. life was not easy. ജീവിതം സന്തോഷകരമായിരുന്നില്ല. You think that once I had the promises of God, everything was going to be easy. No, my friend, the journey was very risky and very challenging, says Joshua. നിങ്ങൾ കരുതുന്നുവോ വാഗ്ദത്തങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് എന്റെ യാത്ര ശുഭകരമായിരുന്നുവെന്ന്? ഇല്ലില്ല സുഹൃത്തുക്കളെ, എന്റെ ജീവിതത്തിന്റെ അവസാനം വരെയും പ്രയാസങ്ങൾ, വെല്ലുവിളികൾ, ഭാരങ്ങൾ ഉണ്ടായിരുന്നു. Remember, you have a call of God in your life. ഓർക്കുക, നിന്റെ മേൽ ദൈവത്തിന്റെ ഒരു വിളിയുണ്ട്. God might have called you, assigned you for something. ദൈവം നിങ്ങളെ ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ച് വേർതിരിച്ചിരിക്കാം. But that doesn't mean that everything is going to be easy and comfortable. അതുകൊണ്ട് അത് അർത്ഥമാക്കുന്നത് നിങ്ങൾക്കെല്ലാം ശുഭകരമായിരിക്കുമെന്നല്ല. No, you will have challenges, you will have toughness, you will have the trials. നിങ്ങളുടെ മുൻപിൽ കാഠിന്യമേറുന്ന മുള്ളുകൾ ഉള്ളതായ വെല്ലുവിളികൾ നിറഞ്ഞതായ അനുഭവങ്ങൾ ഉണ്ടാകും. But remember, God is with you. എന്നാൽ ഓർക്കേണ്ടുന്ന ഒരു കാര്യം, ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. He will accomplish what he has promised. അവൻ നിങ്ങളോട് പറഞ്ഞതിനെ അവൻ നിവൃത്തിയാക്കും. Joshua continues to say like this. യോശുവ തുടർമാനമായി ഇങ്ങനെ പറയുന്നു, We passed the river of Jordan. ഞങ്ങൾക്ക് മരണ യോർദാൻ മുൻപിൽ ഉണ്ടായിരുന്നു. We passed through the wall of Jericho. എരിഹോ കോട്ടയെ തകർത്ത് മുന്നേറി. We had victory over Jericho. എരിഹോവിന് മേൽ ഞങ്ങൾക്ക് വിജയമുണ്ടായി. And then we thought we will have our inheritance in the promised land. അതിനുശേഷം ഞങ്ങൾ കരുതി ഞങ്ങളുടെ വാഗ്ദത്തദേശ അവകാശങ്ങളെ ഞങ്ങൾക്ക് പിടിച്ചെടുക്കാമെന്ന്. But then we had the greatest defeat of all our life. എന്നാൽ അതിനുശേഷമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയം ഉണ്ടായത്. Chapter 7, you got to read it. 7-ാം അധ്യായം നിങ്ങൾ അത് വായിച്ചു നോക്കണം. Oh, kingdom defeated the children of Israel. ഹായ് ഇസ്രായേൽ മക്കളെ തോൽപ്പിച്ചു. It was a very small kingdom. അതൊരു ചെറിയ രാജ്യമായിരുന്നു. When they were planning to attack the kingdom of Ai, ഹായ് പട്ടണത്തെ ആക്രമിക്കുവാൻ അവർ പദ്ധതി ഇടുമ്പോൾ, the commander
commanders of Joshua came to to Joshua. യോശുവയുടെ പട്ടാളത്തിന്റെ പടനായകന്മാർ യോശുവ അടുക്കൽ വന്ന് Said, പറഞ്ഞു, don't worry, don't bother everybody. എല്ലാവരും ബുദ്ധിമുട്ടിക്കേണ്ടതില്ല. It's a very small kingdom. അതൊരു ചെറിയ രാജ്യമാണ്. Very, very feeble king. അത് ബലഹീനമായ ഒരു രാജ്യമാണ്. Just 3,000 of us will go and we'll finish it and we will come back. 3000 പേര്, നമ്മിൽ 3000 പേര് പോയി അവരെ തോൽപ്പിച്ച് മടങ്ങി വരാം. Probably they were saying, you prepare some chicken here, but at the time we will go finish them and come back. ഒരുപക്ഷെ അവർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും, നിങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കും, ഞങ്ങൾ പോയി തോൽപ്പിച്ചിട്ട് വരാം. And so they went. അങ്ങനെ പറഞ്ഞവർ പോയി. But what happened? എന്നാൽ എന്ത് സംഭവിച്ചു? They came back running for their life. എന്നാൽ ഇപ്പോൾ അവർ മടങ്ങി ഓടി വരുന്നത് തങ്ങളുടെ ജീവനെ രക്ഷിക്കുവാൻ വേണ്ടി. This small kingdom defeated them. ഈ ചെറിയ രാജ്യം ഈ സൈന്യത്തെ തോൽപ്പിച്ചു. The children of Israel under the leadership of Joshua is having a defeat. ഇസ്രായേൽ ജനം യോശുവയുടെ നേതൃത്വത്തിൽ ഒരു പരാജയത്തെ നേരിടുന്നുവോ? Who is Joshua? ആരാണ് യോശുവ? Has the promise of God. അവന് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുണ്ട്. No enemy will stand against you. ദൈവം പറഞ്ഞിട്ടുണ്ട്, നിന്റെ നേരെ ഒരു ശത്രു നിൽക്കുകയില്ല. No man will stand against you. ഒരു മനുഷ്യന് നിന്റെ നേരെ നിൽക്കുകയില്ലെന്ന്. Every place that you tread on, I'll give it to you. നീ എവിടെയൊക്കെ നിന്റെ പാദം വെക്കുന്നു അതൊക്കെ നിനക്ക് തരുമെന്ന്. I will stand with you. I will never leave you, forsake you. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നിന്നെ കൈവിടത്തിൽ ഉപേക്ഷിക്കത്തില്ല എന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. Now what happened to the promises of God? എന്നാൽ ഇപ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് എന്ത് സംഭവിച്ചു? Joshua suddenly came under fear. യോശുവ പെട്ടെന്ന് ഭയത്തിന്റെ കീഴിലായി. The Bible says he was discouraged and he was in fear. ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ ഭയമുള്ളവനായി തീർന്നു. He never expected this kind of failure. യോശുവ ഇങ്ങനെ ഒരു പരാജയം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. Chapter 7 verse 7. 7-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, Joshua fell flat. യോശുവ നെടുമ്പാട് വീണു. And he said, Lord God, why have you brought this people over the Jordan at all? ദൈവമായ കർത്താവേ, നീ എന്തിനാണ് ഈ ജനത്തിന് ഈ അനർത്ഥം വരുത്തിയത്? To deliver us in the hands of the enemy? നീ എന്തിനാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്? ശത്രുവിന്റെ കയ്യിൽ ഞങ്ങളെ ഏൽപ്പിക്കുവാനാണോ? Look at the condition of Joshua. യോശുവയുടെ അവസ്ഥ ഒന്ന് നോക്കാമോ? He forgot about the promises of God. അവൻ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ഒന്ന് മറന്നുപോയി. God, why have you brought us here? ദൈവമേ, അങ്ങ് എന്തിനാണ് ഞങ്ങളെ കൊണ്ടുവന്നത്? To deliver us in the hands of the enemy? ശത്രുവിന്റെ കയ്യിൽ കൊടുക്കാനാണോ? He's complaining now. ഇപ്പോൾ ദൈവത്തോട് തന്റെ ആവലാതികൾ പറയുക. So we talk about the promises God gave to Joshua, but here is Joshua defeated. നാം യോശുവയ്ക്ക് ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങളെ കുറിച്ച് പറയുന്നു, എന്നാൽ നോക്കൂ, ഇവിടെ യോശുവ പരാജയപ്പെട്ടവനാണ്. This journey was not easy. ഈ യാത്ര അത്ര സന്തോഷകരമായിരുന്നില്ല. Even though he had the promises of God, this journey was not easy. അവന് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അത് സന്തോഷദായകം ആയിരുന്നില്ല. But then God spoke to him. എന്നാൽ ദൈവം യോശുവയോട് സംസാരിക്കാൻ. You know why you have defeat? അറിയാമോ എന്തുകൊണ്ടാണ് നിങ്ങൾ പരാജയപ്പെട്ടതെന്ന്? Because there is a sin in your midst. നിങ്ങളുടെ നടുവിൽ പാപമുണ്ട്. There is some sin in your midst. നിങ്ങളുടെ നടുവിൽ പാപമുണ്ട്. I didn't want to give you a defeat. എനിക്ക് നിങ്ങൾക്ക് പരാജയം നൽകണമെന്നില്ല, but you called for it. എന്നാൽ നിങ്ങൾ അത് ചോദിച്ചു വാങ്ങിയതാണ്. I cannot operate where there is sin. പാപമുള്ളിടത്ത് ഞാൻ എങ്ങനെ പ്രവർത്തിക്കും? I'm a holy God. ഞാൻ വിശുദ്ധനായ ദൈവമാണ്. I can work only in the holy place. ഞാൻ പ്രവർത്തിക്കുന്നത് വിശുദ്ധിയുടെ നടുവിലാണ്. I gave you promises perfect. ഞാൻ നിനക്ക് വാഗ്ദത്തം നൽകി ഉറപ്പാണ്. I still stand with those promises. ഞാൻ ആ വാഗ്ദത്തങ്ങളിൽ നിന്ന് മാറുകയില്ല. But I can operate and accomplish those promises only when there is holiness. എന്നാൽ ആ വാഗ്ദത്തങ്ങൾ എനിക്ക് നിവൃത്തിയാക്കാൻ കഴിയുന്നത് വിശുദ്ധിയോടെ നിൽക്കുമ്പോഴാണ്, വിശുദ്ധിയിൽ നടക്കുമ്പോഴാണ്. Listen to me very carefully. ശ്രദ്ധയോടെ എന്നെ കേൾക്കണമേ. You want to see the promises of God being accomplished in your life? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിവൃത്തിയാകുന്നത് കാണുവാൻ ആഗ്രഹിക്കുന്നുവോ? You got to have a holy life. നിങ്ങൾക്ക് വിശുദ്ധിയുടെ ജീവിതം ആവശ്യമാണ്. You got to please God in your holiness. നിങ്ങൾ ദൈവത്തെ വിശുദ്ധിയിൽ പ്രസാദിപ്പിക്കേണ്ടത് ആവശ്യമാണ്. You got to walk in righteousness. നിങ്ങൾ നീതിയിൽ നടക്കേണ്ടത് ആവശ്യമാണ്. Then you will see victory after victory. അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾ വിജയത്തിന് മേൽ വിജയം വരുന്നത് നിങ്ങൾ കാണും. Don't give an opportunity for the enemy to attack you and to defeat you because of your unrighteousness and because of a sin. ശത്രുവിന് നിങ്ങൾ ഒരു അവസരം കൊടുക്കരുത്, നിങ്ങളുടെ അവിശ്വസ്തതയും അശുദ്ധിയും കാരണം നിങ്ങളെ തോൽപ്പിക്കുവാൻ. Now why did the children of Israel who had the promise of God is under defeat? ഇപ്പോൾ എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുള്ളതായി ഇസ്രായേൽ ഒരു പരാജയം അനുഭവിച്ചത്? Because of sin. കാരണം പാപമാണ്.
But we know what is the good thing here? എന്നാൽ എന്താണ് അവിടെ നടക്കുന്ന നല്ല കാര്യം എന്നറിയാമോ? Joshua went into the presence of. യോശുവ ദൈവസാന്നിധ്യത്തിലേക്ക് ചെന്നു. Today, no matter what you are in, ഇന്ന് നിങ്ങൾ ഏത് അവസ്ഥയിലാണ് എന്നുള്ളത് വിഷയമല്ല. you might have messed up. നിങ്ങൾ പക്ഷെ എല്ലാം കൊണ്ടും ചുറ്റപ്പെട്ട് തകർക്കപ്പെട്ടിരിക്കുകയായിരിക്കും. You might have made a lot of mistakes. ഒരുപക്ഷെ അനവധി തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകും. Come to Jesus. എന്നാൽ ഇന്ന് യേശുവിലേക്ക് വരാവോ? Come to Jesus. യേശുവിലേക്ക് വരാവോ? When you will come to Jesus and when you will confess your sins, He will revive the promises that He has given. നിങ്ങൾ അവൻ്റെ സന്നിധിയിലേക്ക് വന്ന് കരയുമെങ്കിൽ നിങ്ങളുള്ള അവൻ്റെ വാഗ്ദത്തങ്ങളെ അവൻ വീണ്ടും ചലിപ്പിക്കും, ഓർമ്മിപ്പിക്കും. The children of Israel recognized the sin or the mistake that was in their midst. ഇസ്രായേൽ മക്കൾ തങ്ങൾക്ക് വന്നതായ വീഴ്ചയെ, പാപത്തെ, കുറ്റത്തെ അവർ കണ്ടെത്തി മനസ്സിലാക്കുന്നു. Achan was killed. ആഖാൻ കൊല്ലപ്പെട്ടു. Today you need to kill the Achan of your life. അതെ, ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ആഖാനെ കൊന്നുകളയണം. It could be anything. അതെന്തുമാകാം. It could be pride. അതൊരു പക്ഷെ അഹങ്കാരമായിരിക്കാം. It could be jealous. അതൊരു പക്ഷെ അസൂയായിരിക്കാം. It could be unholiness. അതൊരു പക്ഷെ അശുദ്ധിയായിരിക്കാം. I don't know what. There could be something in your life that is an Achan. But today, if you are ready to kill and bury that Achan, you will see the promises of God being revived in your life. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആഖാൻ ഉണ്ടെങ്കിൽ അതിനെ കൊന്നുകളവാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പ്രാപിക്കും. Friends, the promises of God cannot operate without Achan being buried. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആഖാനെ അടക്കാതെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ചലിക്കുകയില്ല, നിവൃത്തിയാകില്ല. I'll speak about this in the next week. അടുത്ത ആഴ്ചയിൽ ഇതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കാം. But what is Joshua saying? എന്താണ് യോശുവ പറയുന്നത്? Today I am at rest. ഇന്ന് ഞാൻ വിശ്രമിക്കുകയാണ്. Today I have no enemies. ഇന്ന് എനിക്ക് ശത്രുക്കൾ ആരുമില്ല. But journey from 1 to 21 was not easy. എന്നാൽ 1 നിന്ന് 21 വരെയുള്ള യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. But we defeated Ai. എന്നാൽ ഞങ്ങൾ ആയി പട്ടണത്തെയും തകർത്തു. But that was not the end. എന്നാൽ അത് അവസാനമായിരുന്നില്ല. Then we had 5 mighty kings come against us. അതിനുശേഷം ഞങ്ങൾക്ക് വിരോധമായി 5 ശക്തരായ രാജാക്കന്മാർ എഴുന്നേറ്റ് വന്നു. 5 mighty kings. 5 ശക്തരായ രാജാക്കന്മാർ. You might see 5 kings against you. ഒരുപക്ഷെ നിങ്ങൾക്ക് വിരോധവുമായി 5 രാജാക്കന്മാരെ കണ്ടേക്കാം. Attacking your health. നിങ്ങളുടെ ആരോഗ്യത്തെ തകർക്കുന്ന, attacking your finance, നിങ്ങളുടെ സമ്പാദ്യത്തെ ആക്രമിക്കുന്ന, attacking your future, നിങ്ങളുടെ ഭാവിയെ തകർക്കുന്ന, attacking your relations, നിങ്ങളുടെ ബന്ധങ്ങളെ തകർക്കുന്ന, no matter what they might be attacking you, എന്ത് തന്നെ ആയിരുന്നു കൊള്ളട്ടെ, ഒരുപക്ഷെ നിങ്ങളെ ആക്രമിക്കുന്ന, but God will give you victory. എന്നാൽ ഇന്ന് ദൈവം നിങ്ങൾക്ക് വിജയം നൽകും. His promise keeper. അവൻ വാഗ്ദത്തം നിവൃത്തിയാക്കുന്ന. So Joshua is saying, no, after we had to face 5 mighty kings. യോശുവ പറയും, ഹായിക്ക് ശേഷം ഞങ്ങൾക്ക് 5 രാജാക്കന്മാരെ നേരിടേണ്ടതായിട്ടുണ്ടായിരുന്നു. That was not the end. എന്നാൽ അതും അവസാനമായിരുന്നു. And then we had 4 kings coming against us. അതിനുശേഷം വേറെ 4 രാജാക്കന്മാർ ഞങ്ങൾ നേരിടേണ്ടി വന്നു. So we had lot of challenges from Joshua 1 till today. അതുകൊണ്ട് യോശുവ പറയും, 1-ാം അധ്യായം തൊട്ട് ഇതുവരെയുള്ള അനുഭവം അത്ര സന്തോഷകരമല്ല. Then we had the distribution of the inheritance, distribution of the land. അതിനുശേഷം ലഭിക്കപ്പെട്ടതായ വാഗ്ദത്തത്തെ വിഭജിച്ച് നൽകേണ്ടതായിട്ടുണ്ടായിരുന്നു. And then my friend had to face the giants and chase the giants away. എൻ്റെ സ്നേഹിതനായ കാലേബ് മലന്മാരെ നേരിടേണ്ടി വന്നു. We had all this. ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു The ഭവിച്ചു. journey was not easy. ഈ യാത്ര ഇത്ര സന്തോഷകരമായിരുന്നു. Many times we thought we will not accomplish. പലപ്പോഴും ഞങ്ങൾ കരുതിയിട്ടുണ്ട് ഇത് പൂർത്തീകരിക്കുവാൻ കഴിയില്ല. But today I can say my God is a faithful God. പക്ഷേ ഇന്ന് എനിക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും, എൻ്റെ ദൈവം വാഗ്ദത്തങ്ങൾ What am I trying to tell you? എന്താണ് ഞാൻ നിങ്ങളോട് പറയുവാൻ The താല്പര്യപ്പെടുന്നത്? Christian journey is not an easy journey. ക്രിസ്തീയ ജീവിതം അത്ര ആയാസരഹിതമായതല്ല. You have promises of God. നിങ്ങൾക്ക് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുണ്ട്. You will see mighty Jordan, but പക്ഷേ വാഗ്ദത്തങ്ങൾ ഉള്ളപ്പോൾ തന്നെ മരണയോർദ്ധ നിങ്ങളുടെ മുമ്പിൽ വന്നേക്കാം. you will see the wall of Jericho. നിങ്ങൾ യെരിഹോ മതിലുകളെ കണ്ടേക്കാം. You might see some defeats. നിങ്ങൾ ചില പരാജയങ്ങളിൽ കൂടെ കടന്നു പോയേക്കാം. You might see 5 deadly kings against you. ഒരുപക്ഷെ നിങ്ങൾക്ക് വിരോധമായി ക്രൂരരായ ശക്തരായ 5 രാജാക്കന്മാർ You വന്നേക്കാം. might see again kings coming against you. നിങ്ങൾ വീണ്ടും നിങ്ങൾക്ക് വിരോധമായി രാജാക്കന്മാർ എഴുന്നേറ്റ് വരുന്നത് കണ്ടേക്കാം. You might be put in the lion's den. ഒരുപക്ഷെ നിങ്ങൾ സിംഹങ്ങളുടെ കുഴിയിൽ എറിയപ്പെട്ടേക്കാം. You might be thrown in the fire. ഒരുപക്ഷെ നിങ്ങൾ തീയിൽ എറിയപ്പെട്ടേക്കാം. But remember one thing, if you are faithful and if you are holy, like Joshua 21:45, you will also say everything that God has promised has come to pass. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ വിശ്വസ്തരാണെങ്കിൽ, നിങ്ങൾ വിശുദ്ധരാണെങ്കിൽ, യോശുവയുടെ പുസ്തകം 21-ാം അധ്യായം 45-ാം വാക്യത്തിൽ പറഞ്ഞ അതേ കാര്യം നിങ്ങളുടെ ജീവിതത്തിലും നിവൃത്തിയാകും. I want to pray for you right now. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ I പോവുകയാണ്. pray that God will give you rest.
എൻ്റെ പ്രാർത്ഥന ദൈവം നിങ്ങൾക്ക് വിശ്രാമം നൽകട്ടെ. This journey might be tough, but remember, God is with you. ഈ യാത്ര ഒരുപക്ഷെ കഠിനമായിരിക്കാം, എന്നാൽ നിങ്ങൾ അറിയണം ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട്. Today you might be going through the toughest part of your life. ഒരുപക്ഷെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വേദന നിറഞ്ഞ കഠിനമായ അനുഭവങ്ങൾ കടന്നു പോകുന്നുണ്ടാകാം. But remember, very soon you will say like Joshua, whatever he said came to pass. എന്നാൽ ഓർക്കുക, യോശുവ പറഞ്ഞതുപോലെ ദൈവം പറഞ്ഞതൊക്കെയും നിവൃത്തിയായി. Father, in the name of Jesus, സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ I pray for my brothers and sisters. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. We love them and we pray for them. ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. So Father, bless them. പ്രിയ പിതാവേ, അങ്ങ് അവരെ അനുഗ്രഹിക്കണമേ. Lord, we pray that every promise that you have given them, let it be accomplished. കർത്താവേ, അങ്ങ് അവർക്ക് നൽകിയ വാഗ്ദത്തങ്ങളെല്ലാം അവരുടെ ജീവിതത്തിൽ നിവൃത്തിയാകട്ടെ. The journey might be tough and challenging. യാത്ര കഠിനമേറിയതായിരിക്കാം, വെല്ലുവിളിയുള്ളതായിരിക്കാം. They might see even defeat. ഒരുപക്ഷെ പരാജയങ്ങളെ അവർ മുൻപിൽ കാണുന്നുണ്ടാകാം. They might be seeing a lot of attacks. ഒരുപക്ഷെ അനവധി അക്രമങ്ങളെ അവർ കാണുന്നുണ്ടാകാം. But I pray that you will strengthen them. എന്നാൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, അങ്ങ് അവർക്ക് ശക്തി പ്രദാനം ചെയ്യും. But very soon, വളരെ പെട്ടെന്ന് they will say that our God has given us rest, അവർ പറയുവാൻ കഴിയും, ദൈവം ഞങ്ങൾക്ക് വിശ്രാമം നൽകി, protected us from our enemies, ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളെ വിടുവിച്ചു, and everything that he said has come to pass. അവൻ ഞങ്ങളോട് പറഞ്ഞതൊക്കെയും നിവൃത്തിയാക്കിയെന്ന്. Father, let it happen. പിതാവേ, അങ്ങനെ സംഭവിക്കട്ടെ. I bless them in the name of Father, Son, and the Holy Spirit. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. In Jesus' name. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. Amen and amen. ആമേൻ, ആമേൻ. God bless you. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കും. God will give you rest. ദൈവം നിങ്ങൾക്ക് വിശ്രാമം നൽകും. Good things are yet to come. നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും വെളിപ്പെടുവാൻ അനവധി നന്മകളുണ്ട്. Have a blessed week. അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ച ഉണ്ടാകട്ടെ. Once again, thank you for your prayers and generosity. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും സഹായ സഹകരണങ്ങൾക്കും നന്ദി പറയുന്നു. See you next week. God bless you. അടുത്ത ആഴ്ച നാം വീണ്ടും കാണും.